നമ്മളോടൊക്കെ ഇച്ചിരി അകൽച്ചയാണ്. കാരണം ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന പാരന്റ്സിനോട് അത്ര അങ്ങോട്ട് അടുക്കില്ല പുള്ളി. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ളത് അറിയാം, നമ്മൾ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി തീരെയും ഒന്നും മനസ്സിലാവാത്ത പാരന്റ്സും അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പാരന്റ്സിനെയൊക്കെയാണ് കൂടുതലും എല്ലാ പ്രിഫറൻസും കൊടുക്കുന്നത്. ഒരു ടാബ് കൊടുത്തിരുന്നു ഒരു കമ്പനി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ടാബ്. അപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ വന്നിട്ടാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ അവനാണ് റെപ്രസെന്റ് ചെയ്ത് വാങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി. പക്ഷെ അതൊരിക്കലും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, അത് തിരിച്ചങ്ങ് വാങ്ങി വെച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും നമ്മൾ വെറുതെ പറയുക അങ്ങനെ. ഞാൻ പറയുന്നതിൽ ഒരു കാര്യത്തിലും കള്ളമില്ല എന്നുള്ളതാണ്. ഒരു കമ്പനി ക്രിസ്മസിന് അവിടെ സെലിബ്രേഷൻ വന്നു, കുട്ടികളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ അവരൊരു കേക്കും ഒരു കൊടയെന്ന് പറഞ്ഞാല് തലയിൽ വെക്കുന്ന ഒരു കൊടയുണ്ടല്ലോ, തൊപ്പിക്കൊട, അത് എല്ലാ കുട്ടികൾക്കും ഓരോന്ന് അവര് സ്പോൺസർ ചെയ്തു. അപ്പൊ ഇതുപോലെ 2-3 കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് അവർ കൊടുത്തിട്ട് ബാക്കി അവിടെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ അവർ കേക്ക് തന്നു, കൊട തന്നില്ല. അപ്പോ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. ആ കൊട നമുക്ക് അത് വലിയ കാര്യമല്ല, പക്ഷെ കുട്ടികൾക്ക് അതൊരു രസമാണ്, സന്തോഷമാണ്. അപ്പൊ അവര് ഞങ്ങളത് പിന്നെ ചോദിച്ചതില്ല, ആരും അങ്ങോട്ട് ചോദിച്ചു. പാരന്റ്സ് തമ്മിൽ പറഞ്ഞു, പക്ഷെ ആരും അങ്ങോട്ട് ചോദിച്ചില്ല. അത് 1 വർഷം കഴിഞ്ഞപ്പോ ഇതേ കമ്പനി ഈ കുട്ടികളെ അവിടെ വിസിറ്റിന് വിളിച്ചു. ആ വിസിറ്റിന് വിളിച്ചതിന്റെ പോകുന്നതിന്റെ തലേ ദിവസം ഈ കൊട ഈ കുട്ടികൾക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ ആ ഒരു മനസ്സ് നോക്കണം, ആ ഒരു നിസ്സാരമായ കൊടയാണ് എന്ന് പറഞ്ഞാല് അവിടെ എന്ത് കൊടുത്താലും കുട്ടികൾക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ നമുക്ക് വേണ്ട, നമ്മുടെ കുട്ടികളെ അതിനു വേണ്ടി അല്ല അവിടെ വിടുന്നത്. പക്ഷെ എന്നാലും ആ വാങ്ങുന്ന ഒരാളുടെ ഒരു മനസ്സാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കോവിഡ് ടൈമിൽ കുട്ടികൾ ചെയ്ത എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ എടുക്കാന് അപ്പൊ നമ്മള് ഓക്കെ പറഞ്ഞു. വീഡിയോ എടുത്തപ്പോ കോർഡിനേറ്ററെ കൊണ്ട് ഞങ്ങള് സാമ്പത്തികം ഇല്ല, അവന് തെറാപ്പിയൊക്കെ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഒരു സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് വില്ലിങ് അല്ലായിരുന്നു, ഞങ്ങൾ വലിയ സാമ്പത്തികം ഉള്ളവരൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം അവന്റെ കാര്യങ്ങളൊക്കെ ഒരു കുറവും ഇല്ലാതെ ഞങ്ങൾ നോക്കിപ്പോയിരുന്നേ. അപ്പൊ നമുക്കത് പറയാൻ താല്പര്യമില്ലായിരുന്നു, അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഈ വിദേശത്തൊക്കെ പോകുന്ന ഒരു ഇത് തുടങ്ങുന്നതിനും തൊട്ട് മുന്നേ എല്ലാ കുട്ടികളും പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ മോൻ എന്തും വന്ന് പറയാം, അമ്മ എന്റെ പാസ്പോർട്ട് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ എടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാല് അവന് കാലിന് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, അവൻ ഒറ്റയ്ക്ക് നമുക്ക് ഒരിടം വിടാൻ പറ്റത്തില്ല, അവന് മനസ്സിലാവത്തില്ല നമ്മൾ പറയുമ്പോൾ, അവന് വിഷമം. അപ്പൊ എനിക്കൊരു ഓപ്ഷനായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്, പാസ്പോർട്ട് ഇല്ലല്ലോ ശംഭുവിന്, അതുകൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറയാമല്ലോ. ആ ഒരു ഓപ്ഷൻ കണക്കാക്കി ഞാൻ പാസ്പോർട്ട് എടുത്തില്ല, ആ സമയത്ത് എടുത്തില്ല, ഇപ്പോഴാണ് എടുത്തത്. അപ്പോ ബാക്കി എല്ലാ കുട്ടികളും കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം പോകുമ്പോ അവ സങ്കടം വന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ശംഭുവിന് പോവാൻ അമ്മയില്ലല്ലോ കൂടെ, അമ്മയ്ക്ക് പാസ്പോർട്ട് ഇല്ല, അച്ഛനില്ല പാസ്പോർട്ട്, അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റൂലല്ലോ, അങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സമയത്തൊക്കെ ഞാൻ അവനെ വിടാറുമില്ല. ഈ കുട്ടികൾ പോകുന്ന സമയത്ത് കുറച്ചു ദിവസം ഞാൻ വിടത്തില്ല, അവർ തിരിച്ചു വന്ന് കഴിയുമ്പോഴാണ് ഞാൻ വിടുന്നത്. കാരണം നമുക്ക് വിടാൻ താല്പര്യമില്ല, മാത്രമല്ല പുള്ളിയുടെ ഒരു ഇന്റൻഷൻ ഞാൻ അത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. കാരണം മാതൃഭൂമി പത്രത്തില് ഒരു സൺഡേ സപ്ലിമെന്റ് വന്നിരുന്നു കോവിഡിന് മുന്നേ തന്നെ. അതില് അവിടെ വന്ന് അവര് വീഡിയോ എടുത്തത്. പക്ഷെ അവര് പറഞ്ഞില്ല ഇതിന്റെ കുറിച്ച് ഒരു ഫീച്ചർ കൊടുക്കാനെന്നാ പറഞ്ഞു. അപ്പം പത്രത്തിൽ വാർത്ത വന്നപ്പോ ഞങ്ങളൊക്കെ ഞെട്ടി. അനാഥരാണ്, ഇങ്ങനെ പാരന്റ്സ് തള്ളിക്കളഞ്ഞ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു ഒരു ഫുൾ പേജ് വാർത്ത, എന്റെ മോന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പൊ പാരന്റ്സ് എല്ലാം രാവിലെ വന്നിട്ട് എല്ലാരും ചർച്ച ചെയ്ത് എല്ലാരും ഒന്നടങ്കം പരാതി എഴുതി സൈൻ ചെയ്തു കൊണ്ടുകൊടുത്തു മുതുകാടിന്. അപ്പോ പുള്ളി അടുത്ത ദിവസം വന്ന് മീറ്റിംഗ് കൂടി. അവിടെ മാജിക് അക്കാഡമിയിലെ ഡയറക്ടർ അന്ന് മൃത്യുമല സാറായിരുന്നു, സാറും എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ നമ്മളെ പാരന്റ്സിനെ എല്ലാം റെപ്രസെന്റ് ചെയ്ത് ഒരു സാറാണ് കൊടുത്തത്, ഒരു പാരന്റാണ് ഇത് കൊടുത്തത്. എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന എല്ലാം എന്റെ ഔദാര്യമാണ്, വേണമെന്നുള്ളവർക്ക് നിന്നാ മതി, അല്ലാത്തവർക്ക് പോവാം, 100 കണക്കിന് ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരും ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, എനിക്ക് ഇവിടെ സ്ഥാപനം എന്റെ രീതിക്കേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇപ്പൊ തന്നെ പാരന്റ്സ് 2 തരത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. അവിടെ നിൽക്കുന്നവർ കുറച്ച് പറയുന്നുണ്ട്, അന്ന് പറഞ്ഞ പോലെ അപ്പോഴും സ്പ്ലിറ്റ് ആയി പാരന്റ്സ്.
കുറച്ചുപേർ അവരുടെ സൈഡിൽ നിന്ന്, പിന്നെ ബാക്കിയുള്ളവർ ഇൻസൾട്ട് ചെയ്തവരൊക്കെ മിണ്ടാതിരുന്നു. അതന്ന് അടിച്ചമർത്തപ്പെട്ടു ശരിക്കും പറഞ്ഞു. പക്ഷെ അന്ന് എല്ലാവരും പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോ അത് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അന്നേ ഞാൻ ഈ പുള്ളിയുടെ ഇന്റൻഷൻ മനസ്സിലായതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഞാന് ഈ ഭിന്നശേഷി കുട്ടിയുടെ അമ്മ എന്നതിനുപരി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ടീച്ചറാണ്. എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്ന മക്കളും. അപ്പൊ എനിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടെ ദയനീയതയാണ് പ്രദർശിപ്പിച്ച് ഈ ഇങ്ങനെ അനാഥരെന്ന് പറഞ്ഞ് വാങ്ങുന്ന, അതിനൊരു അത്രയും വൃത്തികെട്ട ഒരു മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടുരാജാവ് തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്.